തട്ടിപ്പുകാരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി പണം നൽകുന്ന പ്രബുദ്ധ മലയാളികൾ. ചിലതൊക്കെ മനുഷ്യൻ കണ്ടുപഠിക്കണം, മറ്റു ചിലത് കൊണ്ടുപഠിക്കണം, വേറെ ചിലതാകട്ടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം. അങ്ങനെയൊക്കെ കാലങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ പക്വത ആർജിക്കുന്നത്. എന്നാൽ എത്ര കണ്ടാലും കൊണ്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത മന്ദ മനുഷ്യരുടെ ഗണത്തിൽ മുൻപന്തിയിലേക്കാണ് ഇപ്പോൾ മലയാളികൾ എത്തിയിരിക്കുന്നത്. സഞ്ജയൻ്റെ രുദ്രാക്ഷ മാഹാത്മ്യം പോലെ പലതരത്തിലുള്ള തട്ടിപ്പിൻ്റെ കുരുട്ടുവിദ്യകൾ കാട്ടി തട്ടിപ്പുകാർ മലയാളികളെ മാടി വിളിക്കുമ്പോൾ യാതൊരു തിരിച്ചറിവോ കുറ്റബോധമോ ഇല്ലാതെ മലയാളികൾ ഈയാംപാറ്റകളെ പോലെ അങ്ങോട്ട് പാഞ്ഞെടുക്കുകയാണ്. തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ പ്രൊപ്പറേറ്റർമാർ ആവിഷ്കരിച്ച തന്ത്രങ്ങളിൽ കുരുങ്ങി സമ്പത്ത് വർദ്ധിക്കുമെന്നും ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടുമെന്നൊക്കെ ധരിച്ച് വശാകുന്ന മലയാളി അവിടെ ചെന്ന് സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ അവരുടെ ദൗർബല്യങ്ങൾ പരമാവധി മുതലെടുത്ത് കേരളം തട്ടിപ്പുകാരുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചുരുക്കം മാധ്യമങ്ങളെങ്കിലും ഇത്തരക്കാരുടെ തനിനിറം വിളിച്ചു പറഞ്ഞാൽ പോലും ഇവരുടെ തട്ടിപ്പിന് ഇരയായവർ അത് അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാറില്ല എന്നതാണ് ഏറെ ആശ്ചര്യം. ഈ തട്ടിപ്പ് ശൃംഖലയിൽ നിന്ന് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത് സ്വയം പ്രഖ്യാപിത ഡോക്ടറായി നടന്ന സേഫ് ആൻഡ് സ്ട്രോങ് എന്ന പ്രസ്ഥാനത്തിൻ്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രവീൺ റാണ എന്ന ഫ്രോഡാണ്. കേരളത്തിലെ ജനങ്ങളെ കലവറ കൂടാതെ പറ്റിച്ച് പമ്പ മാത്രമല്ല അപ്പുറത്ത് കരിമല കൂടി കടത്താനുള്ള ഇയാളുടെ തട്ടിപ്പ് നീക്കങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും വളവും തൂക്കിക്കൊടുത്തത് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളാണെന്ന് നിസ്സംശയം പറയാം. ഗവർണർ ഈ അടുത്ത കാലത്ത് പുറത്താക്കിയ മീഡിയ വൺ ചാനൽ ഈ തട്ടിപ്പുകാരന് മികച്ച നിക്ഷേപകനുള്ള അവാർഡ് ഗവർണറെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചപ്പോൾ കൈരളി ചാനലിൻ്റെ ജീവാത്മാക്കളും പരമാത്മാക്കളുമായ ജോൺ ബ്രിട്ടാസും മെഗാസ്റ്റാർ മമ്മൂട്ടിയും ചേർന്ന് വേദിയിൽ പുരസ്കാരം നൽകി ആദരിച്ചു. കൗമുദി TV ആകട്ടെ ആരോഗ്യം സംബന്ധമായ പരിപാടിയിൽ ഈ തട്ടിപ്പുകാരനെ മുഖ്യ അവതാരകനാക്കി ആനയിച്ചിരുത്തി. ഇവൻ പറഞ്ഞ ജലപ്രഭു വീരസ്യങ്ങൾ നാട്ടുകാരെ കേൾപ്പിച്ച് കോൾമയർ കൊണ്ടു. എന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡെക്കറേഷനാണ് കുറെ കൂടി കടുത്തതായി പോയത്. റിപ്പോർട്ടർ TVയുടെ ബെസ്റ്റ് യങ് ഐക്കൺ ടാലൻറ്റ് അവാർഡാണ് അവർ ഡോക്ടർ പ്രവീൺ റാണയ്ക്ക് നൽകി സായുജ്യമടഞ്ഞത്. സ്വാവബോധത്തിലൂടെ ലക്ഷ്യപ്രാപ്തി നടപ്പാക്കുന്ന മനുഷ്യസ്നേഹി എന്നൊക്കെ ഈ തട്ടിപ്പുകാരനെ പുരസ്കരിച്ചുകൊണ്ട് ആകാശത്തിനും അപ്പുറം എത്തിപ്പിടിക്കാനുള്ള സമഗ്രമായ വിദ്യാഭ്യാസ രീതിയുടെ വക്താവാക്കി മാറ്റി നികേഷ് കുമാർ ഈ ഫ്രോഡിനെ. അന്വേഷണാത്മകമായി പ്രവർത്തിക്കേണ്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ ഈ ദുര്യോഗം കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്നല്ല ചങ്കത്ത് കൈകൾ വച്ച് അയ്യോ എന്ന് നിലവിളിച്ചു പോവുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ പോലും ഈ തട്ടിപ്പുകാരൻ്റെ വലയിൽപ്പെട്ടു പോയതാണ് ഏറെ ഖേദകരം. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിച്ചാൽ അത് ഇരട്ടിയാകുമെന്ന് വിശ്വസിക്കുന്ന, പണവും ഭൗതിക സൗകര്യങ്ങളും എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത മലയാളി ഈ ആധുനിക കാലത്തും തട്ടിപ്പുകൾക്കിരയായി വല്ലാതെ അപഹസിക്കപ്പെടുകയാണ്. ഭൗതികാസക്തി നിറഞ്ഞ മലയാളിയുടെ മനസ്സ് അറിഞ്ഞും അറിയാതെയും കാശ് കൊടുത്ത് വളർത്തിയെടുക്കുന്നത് തട്ടിപ്പ് ശീലമാക്കിയ ചിലരുടെ സാമ്രാജ്യത്തെയാണ്. വിദ്യാഭ്യാസവും പരിജ്ഞാനവും ഏറെയുള്ള സർക്കാർ തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പോലും ഇത്തരക്കാരുടെ തട്ടിപ്പിൽ കുരുങ്ങിയിട്ടുണ്ടെന്നതാണ് ചരിത്രം. ആർട്ടിഫിഷ്യൽ പ്രൊഡക്ട്സുകൾ കാട്ടി പുരാവസ്തുക്കളുടെ ശേഖരമാണെന്ന് പറഞ്ഞ മോൻസൺ മാവുങ്കൽ എന്ന ഗജ ഫ്രോഡ് പ്രബുദ്ധരെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന മലയാളികളെ പറ്റിച്ചിട്ട് അധികം കാലമായിട്ടില്ല. പോലീസ് തലപ്പത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും പിന്നണി ഗായകരും നടീനടന്മാരുമെല്ലാം അന്ന് മാവുങ്കലിൻ്റെ തട്ടിപ്പിൽ കുരുങ്ങി ഒപ്പം നിന്ന് സെൽഫി എടുത്ത് പൊക്കിക്കാട്ടി മലയാളികളുടെ മാനം കെടുത്തിയിരുന്നു. അതിന് പുറമെ ചില തരത്തിലുള്ള ചിട്ടിത്തട്ടിപ്പുകൾ, എമുപക്ഷികൾ, ആട്, തേക്ക്, മാഞ്ചിയം, അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകൾ. ടോട്ടൽ ഫോർ യു എന്ന സ്ഥാപനം കാട്ടി ശബരിനാഥൻ എന്ന ചെറുക്കൻ നടത്തിയ തട്ടിപ്പ് നടന്നതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ. കുപ്രസിദ്ധമായ സോളാർ തട്ടിപ്പ്, ആത്മീയതയുടെ മറവിൽ നടക്കുന്ന വിവിധ തട്ടിപ്പുകൾ, അങ്ങനെ ലിസ്റ്റ് നീളുകയാണ് മലയാളികളുടെ കുടുക്കിൽപ്പെട്ട തട്ടിപ്പുകളുടെ. ഇത്രയേറെ തട്ടിപ്പുകൾ നടന്നിട്ടും ഇനിയും വിവേകമുദിക്കാത്ത മലയാളികൾക്ക് എന്നാണ് ഇനി വിവേകം തെളിയുക?